ഇപ്പോൾ 18 വയസ്സല്ലേ? അയ്യോ 18 അല്ല, 2 മാസം മുമ്പ് 19 വയസ്സായി. 19 ആയല്ലേ? അപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ അല്ലേ? ആ. പാസ്പോർട്ട് എടുത്താണോ? ഇല്ല, എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇൻ കേസ് നമ്മുടെ കല്യാണം കഴിയുകയാണെങ്കിൽ ഞാൻ ഗൾഫിലേക്ക് കൂട്ടിക്കൊണ്ടു പോകല്ലോ. അപ്പോൾ പാസ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ചോദിച്ചാൽ. ഞാൻ എന്തായാലും എടുത്തു വെക്കാം. ഇപ്പോൾ എമർജൻസി ലീവിന് വന്നതാണ്. ആ കുട്ടി 15 ദിവസമുള്ളൂ. അതിൻ്റെ ശരിക്കുള്ള ലീവ് 5 മാസം കഴിഞ്ഞിട്ടാണ്. അന്നേരം ഒരു 60 ദിവസം കിട്ടും. അല്ല, നമ്മൾ തമ്മിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു സമയത്ത് കല്യാണം കഴിക്കാൻ എന്നാണ് തീരുമാനം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകും. എന്നാലും പാസ്പോർട്ട് എടുത്ത് വെച്ചോളൂ. ഗിരിജേച്ചി, ഗിരിജേച്ചി. ആ ചേച്ചി, അമ്മ അടുക്കളയില്ല, ഇപ്പൊ വരും. ആ, കുറച്ച് ആൾക്കാർ വന്നു പോകുന്ന കണ്ടു. എന്താണ്, നമ്മൾ അറിയാണ്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടോ അവിടെ? ഒന്ന് പോവും ചേച്ചി, ഒന്നും അറിയാത്ത പോലെ. ഇല്ല മീനു, എനിക്ക് അറിയില്ല. ഞാൻ അവരെ കണ്ടപ്പോൾ ചോദിച്ചോന്നേ ഉള്ളൂ. എന്താണ്, എന്തെങ്കിലും വിശേഷം ഉണ്ടോ? എൻ്റെ ചേച്ചി ഇന്ന് തന്നെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരാ പോയത്. നിന്നെ പെണ്ണ് കാണാനോ? ഈ പ്രായത്തിലോ? ചേച്ചി അങ്ങനെ പറഞ്ഞത്? എനിക്ക് 18 19 19 ആയിട്ടുള്ളൂ മോളെ. ഈ പ്രായത്തിൽ. അല്ല, ഇതിപ്പോൾ ആര് കൊണ്ടുവന്ന ആലോചനയാ? ബ്രോക്കറാണോ അതോ വീട്ടുകാർ വഴിയാണോ? അതൊന്നും എനിക്കറിയില്ല ചേച്ചി. അമ്മ രാവിലെ പറഞ്ഞു ഒരു കൂട്ടർ വരുന്നുണ്ട്, റെഡിയായി നിന്നോന്ന്. അതേ എനിക്കറിയുള്ളൂ. രാകേഷ് എന്ന പേര്. കല്യാണം കഴിഞ്ഞാൽ എന്നെ ദുബായിൽ കൊണ്ടുവന്ന മൂപ്പര് പറഞ്ഞത്. കല്യാണോ? നീ എന്തൊക്കെയാ മോളി പറയുന്നത്? ആ ദേവിക, നീയായിരുന്നോ? ഇന്നത്തെ പണിക്ക് പോയില്ലേ? ഇല്ലേ, ഇന്ന് പണിയില്ലായിരുന്നു. അന്നൊരു 200 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് തിരിച്ചു തരാൻ വന്നതാ. ഇത് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്? അതൊക്കെ പിന്നെ തന്നാ മതിയല്ലോ. ആ സാരില്ല ചേച്ചി, കയ്യിൽ വെച്ചാലേ ചിലവായി പോവും. ഇതാ അവള് കാര്യങ്ങളൊക്കെ പറഞ്ഞ മോളെ. നല്ല കൂട്ടരാണ് മോളെ, വലിയ പൈസക്കാരാണ്. ചെക്കനെ ഗൾഫിൽ നല്ല ജോലിയുണ്ട്, 2 ലക്ഷത്തോളം സാലറി ഉണ്ട്. എൻ്റെ ആങ്ങളെ കൊണ്ടുവന്ന ആലോചനയാണ് മോളെ. 2 നില വീടും കാറും എല്ലാ സൗകര്യം ഉണ്ട് അവിടെ. ഇത് നടന്നു കിട്ടിയാലേ എൻ്റെ മോള് രക്ഷപ്പെട്ടു. നീ നിൽക്കും മോളെ, ഞാൻ അപ്പം ചായ എടുത്തിട്ട് വരാം. അല്ല കുട്ടി, നിനക്ക് പഠിക്കൊന്നും വേണ്ടേ? സത്യം പറയല്ലോ ചേച്ചി, എനിക്ക് പഠിക്കാനൊന്നും തീരെ താല്പര്യമില്ല. കല്യാണം കഴിയുകയാണെങ്കിൽ മൂപ്പൻ്റെ കൂടെ ദുബായിൽ പോയിട്ട് അടിച്ചു പൊളിക്കാലോ. എന്തറിഞ്ഞിട്ടാ മോളെ നീ പറയുന്നത്? 19 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഈ പ്രായത്തിലാണോ കല്യാണത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞത്? എൻ്റെ കൂടെ പഠിക്കുന്ന 2-3 പേർക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഒരുത്തിക്ക് കുഞ്ഞടക്കം ആയിട്ടുണ്ടേ. എന്നിട്ടിപ്പോൾ അവരൊക്കെ കോളേജിൽ വരുന്നുണ്ടോ? കോളേജിലൊന്നും വരുന്നില്ല. അല്ലെങ്കിലും ഇനി പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. മോളെ, ഒരു പെൺകുട്ടിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് കല്യാണമല്ല, നല്ല വിദ്യാഭ്യാസവും ജോലിയാണ്. ഇതൊക്കെ നീ ഇപ്പോൾ ഒരു ആവേശത്തിന് കയറി പറയുക. ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ വിദ്യാഭ്യാസവും ജോലിയൊന്നും ഇല്ലാത്തതിൻ്റെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ജീവിതകാലം മുഴുവനും മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും. ആ ഒരു വേദന അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ. അതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ മോൾക്ക് മനസ്സിലാവണമെന്നില്ല. ആ ഒരു പക്വത നിനക്ക് ആയിട്ടില്ല. എന്താ മോളെ, നീ എന്താ ഇങ്ങനെ പറയണത്? ചേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നീ എന്തിനാ ചെറിയ പ്രായത്തിൽ തന്നെ പറമ്പിലും മറ്റുള്ളവൻ്റെ അടുക്കളയിലൊക്കെ ഇങ്ങനെ പണിക്ക് പോകണമെന്നുള്ളത്? എൻ്റെ ഗതികേട് കൊണ്ട് ചേച്ചി. മൂപ്പൻ്റെ കാര്യം അറിയാലോ, ഏത് നേരം കുടിച്ച് കുടുംബം നോക്കാണ്ട് നടക്കുക. എൻ്റെ അമ്മായിമ്മ നേവരായിട്ട് ഒരു ദിവസം പോലും എനിക്ക് മനസ്സമാധാനം തന്നിട്ടില്ല. എത്ര പണിയെടുത്തുകൊണ്ട് കൊടുത്താലും അവർ വായി തോന്നിയാണ് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ഇതേ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ കോളേജിൽ പോയി അവരുടെ അച്ഛനും അമ്മേൻ്റെയും കൂടെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ
ഞാൻ ഈ 23-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയേച്ചി. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇപ്പം എൻ്റെ തലയിലേച്ചി. ചെറിയൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടാകും. എൻ്റെ ഈ അവസ്ഥ അവൾക്ക് വരാതിരിക്കാനാ ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. അത് ഓരോരുത്തരുടെ യോഗമല്ലേ മോളെ. എൻ്റെ കുട്ടിക്കൊന്നും അങ്ങനെ വരില്ല. അല്ലേച്ചി, എല്ലാ പെൺകുട്ടികളുടെ കാര്യം ഞാൻ പറയണത്. ഇവളുടെ അതേ പ്രായത്തിലല്ലേ ഞാൻ പഠിത്തം നിർത്തി കല്യാണം കഴിച്ചത്. അന്ന് ഞാൻ പഠിച്ചതാണെങ്കിലോ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടാവില്ലേ, ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം ജീവിതത്തെ പേടിയേച്ചി എനിക്ക്. അവൾ പഠിക്കട്ടെ ചേച്ചി, ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്നവൾ പഠിച്ച് നല്ലൊരു ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കുന്നു, അന്ന് നിങ്ങൾ അവൾക്ക് വേണ്ടി ഒരു കല്യാണം ആലോചിക്കേ. എന്നാൽ പിന്നെ ഒരിക്കലും മോളിനെ ആലോചിച്ച് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല. അല്ല മോളെ, കല്യാണത്തിന് ശേഷം ഇവിടെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പേരും പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പെൺകുട്ടികൾ കല്യാണം കഴിച്ച് പോയിട്ടുണ്ട്. എന്നിട്ട് അതിലെത്ര പേര് പഠിക്കുന്നുണ്ട് ചേച്ചി? സ്വന്തം വീട് പോലെയല്ലല്ലോ മോളെ കല്യാണം കഴിഞ്ഞ് പോയാ. അവിടെ ഭർത്താവുണ്ട്, അമ്മായിയമ്മയുണ്ട്, അമ്മായച്ഛനുണ്ട്. ഭാര്യ എന്ന് പറഞ്ഞാൽ വലിയൊരു പദവിയാ. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയതും അവൾ പ്രഗ്നൻ്റ് ആയാലോ, 9 മാസം വരെയും കുഞ്ഞിനെ വയറ്റിലിട്ട് നടക്കണ്ടേ. ഇനിയിപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ഊണും ഉറക്കമൊന്നും ഉണ്ടാവില്ല. കുഞ്ഞിൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ട്രെസ്സ് കൂടുകയുള്ളൂ. അതിനിടയ്ക്ക് എങ്ങനെയാണ് പഠിക്കുക? അപ്പോൾ പെൺകുട്ടികൾ തന്നെ പറയും പഠിപ്പ് നിർത്താന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് പഠിച്ച് ജോലി വാങ്ങിച്ചവരൊക്കെ കുറച്ച് പേരേ ഉള്ളൂ ചേച്ചി. മോൾ എന്താ പറഞ്ഞു വരുന്നത്? നിങ്ങൾ ഈ ടി വിയിലും പേപ്പറിലൊന്നും ന്യൂസ് കാണാറില്ലേ? ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച് പോയിട്ടേ എത്ര പെൺകുട്ടികളാ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. മോളെ, അതൊക്കെ പക്വത ഇല്ലാണ്ട് ചെയ്യണതല്ലേ. അതന്നെ ചേച്ചി ഞാനും പറയുന്നത്. ഈ പ്രായത്തിൽ അവൾക്ക് എന്ത് പക്വത ഉണ്ടാകാനാ? കല്യാണം കഴിഞ്ഞ് പോയാൽ ഭാര്യയും ഭർത്താവും ഏത് നേരം സന്തോഷമായിട്ട് ഇരിക്കണം എന്നൊന്നുമില്ല. അതൊന്നും എവിടെയും നടക്കാത്ത കാര്യമാണ്. ഒരു കുടുംബം ആകുമ്പോഴേ അമ്മായിയമ്മയും അമ്മായച്ഛനും ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് സഹജമാണ്. അത് മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർത്താലേ ആ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. ഇനിയിപ്പോൾ അവൾ അങ്ങോട്ട് പോയിട്ടേ അവിടെ ഭർത്താവുമായിട്ടോ അമ്മായിയമ്മയായിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? അവൾ പകച്ചു പോയില്ലേ ചേച്ചി? ഇത്രയും കാലം സ്വന്തം വീട്ടിലിരിക്കുമ്പോഴേ പെൺകുട്ടികൾക്ക് ഒരു പണിയും ചെയ്യേണ്ടി വരില്ല. അവർക്ക് അച്ഛനും അമ്മയും സ്നേഹം കൊടുത്തിട്ട് നല്ല രീതിക്കൊക്കെ ആയിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. പെട്ടെന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ സാഹചര്യം ഇതായിരിക്കില്ല. അനാവശ്യമായിട്ട് അവർ ചീത്ത പറയും. എല്ലാ പണികളും ആ കുട്ടിനടുത്ത് ഒറ്റയ്ക്ക് ചെയ്യുന്നൊക്കെ പറയുമ്പോഴേ അവർക്ക് മെൻ്റലി പ്രഷർ കയറും. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും ആ സാഹചര്യത്തിൽ മനസ്സിലാവില്ല. അതുകൊണ്ടായിരിക്കും പെൺകുട്ടികൾ ഇങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. ഭാര്യയാവുക അമ്മയാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുട്ടികളിയല്ല മോളെ, വലിയൊരു കാര്യമാണ്. ഈ 19-ാമത്തെ വയസ്സിൽ തന്നെ ഈ ഭാരം ഒന്നും അവളിനെ ഏൽപ്പിക്കല്ലേ ചേച്ചി. അതൊന്നും ആ കുട്ടിക്ക് താങ്ങാൻ പറ്റില്ല. ഒരു പെൺകുട്ടിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് കല്യാണത്തിന് മുമ്പ് അവളുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെ ഇരിക്കുന്നതാണ് മോളെ. നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് ശേഷം സ്വന്തം വീടും വീട്ടുകാരനെയൊക്കെ വിട്ട് വേറൊരു വീട്ടിൽ പോയി നിൽക്കേണ്ടവരാ. പിന്നീട് അതിൻ്റെ വീടും വീട്ടുകാരുമായിട്ട് പൊരുത്തപ്പെട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. അത്രയും കാലം ഇരുന്ന പോലെ ആയിരിക്കില്ല പിന്നീട് നമ്മുടെ അങ്ങോട്ടുള്ള ജീവിതം. സ്വന്തം വീട്ടിലെ പോലെ സമയത്തിന് എണീക്കാനോ ഭക്ഷണം കഴിക്കാനോ നേരത്തെ കിടക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. എല്ലാം അവൻ്റെ കൺട്രോളിലായി പോവും. അതിനിടയ്ക്ക് അനാവശ്യമായിട്ട് കുറേ ചീത്തയും കേൾക്കേണ്ടി വരും. അതിൻ്റെ കൂടെ നമ്മൾ പ്രഗ്നൻറ്റും കൂടി ആയിക്കഴിഞ്ഞാലോ, ഇതൊന്നും താങ്ങാനുള്ള പ്രായം ഇതെല്ലാം മീനോ. അത് നീ ഒന്നും മനസ്സിലാക്ക്. ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ഇത്രയും വലിയ ബാധ്യതയാണോ? ആ കുട്ടി 19 വയസ്സല്ലേ അതിനായിട്ടുള്ളൂ, അപ്പോഴത്തേക്കും തള്ളി പറഞ്ഞേക്കാൻ നിൽക്കുക. മോളെ, നീ നന്നായിട്ട് പഠിച്ചൊരു ജോലി വാങ്ങിക്കേ, എന്നിട്ടൊക്കെ മതി കല്യാണം. പതിനെട്ടും 19 വയസ്സ് ഇത് സ്വപ്നങ്ങൾ കാണേണ്ട പ്രായമാണ്. എന്നാൽ പലപ്പോഴും പെൺകുട്ടികൾ ഈ പ്രായത്തിലെത്തുന്നത് ആത്മഹത്യകളിലേക്കാണ്. ജീവിതം തുടങ്ങുന്ന മുൻപേ തകർന്നുപോയ എത്ര പേർ ഈ അടുത്ത് പോലും നമ്മളെ ന്യൂസിലും പേപ്പറിലൊക്കെ വായിച്ചതല്ലേ.
വിവാഹം പെൺകുട്ടികളെ ഒഴിവാക്കി വിടാനുള്ള മാർഗമല്ല. അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കരുത്ത് നൽകേണ്ടതാണ്. ഈ ചെറിയ പ്രായത്തിൽ മക്കളെ വിവാഹം കഴിപ്പിച്ച് വിടണോ അതോ അവരെ സ്വപ്നങ്ങൾ കാണാൻ അനുവദിക്കണോ? തീരുമാനം നിങ്ങൾ ഓരോരുത്തരുടെയാണ്. ഇനിയും ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയും ആത്മഹത്യ ചെയ്യപ്പെടാതിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക.